ഒരു ചായ കുടിക്കാനായി സൂട്ട് കേസ് നിറയെ പണം എടുത്ത് നടക്കേണ്ട രാജ്യം. ഇതേതോ സിനിമയല്ല, ഇത് ഇന്നത്തെ ഇറാനാണ്. ഒരു കാലത്ത് സമ്പന്നതയുടെ പ്രതീകമായിരുന്നു ഇറാൻ. മതഭരണത്തിന്റെ പിടിയിലായതോടെ രാജ്യവും ജനതയും ഒരുപോലെ തകർന്നു. അയത്തുള്ള ഖമേനി പിടിച്ചു നിർത്തിയ അധികാരം ഇന്ന് തെരുവുകളിൽ പൊട്ടിത്തെറിക്കുകയാണ്. മതഭരണത്തിനെതിരെ ജനങ്ങളുടെ തുറന്ന വിപ്ലവം. ഇത് ഇറാന്റെ മാത്രം കഥയല്ല, ഇന്ത്യക്കും ഇതിൽ വലിയ കാര്യമുണ്ട്. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യ ശതകോടികൾ നിക്ഷേപിച്ച തന്ത്രപ്രധാന വാണിജ്യ കവാടം. യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യ തുറന്നിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാന പാലം. പക്ഷേ US ആക്രമണ ലക്ഷ്യത്തിൽ ചബഹർ വന്നാൽ ഇന്ത്യക്ക് കിട്ടിയ മേൽക്കൈ തന്നെ ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഭരണമാറ്റം വന്നാലും ഇന്ത്യക്ക് വലിയ നഷ്ടമില്ല. പഴയ രാജകുടുംബമോ ജനാധിപത്യ സർക്കാരോ ആര് വന്നാലും ഇന്ത്യക്ക് വാതിലുകൾ തുറക്കപ്പെടും. ഉപരോധങ്ങൾ മാറും. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ, പുതിയ നിക്ഷേപങ്ങൾ, ചൈനയെയും പാകിസ്ഥാനെയും ചേർക്കുന്ന വലിയ തന്ത്ര നീക്കം. ഇറാനിൽ എന്തു സംഭവിച്ചാലും ഫലം ഇന്ത്യക്ക് പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?